ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വർഷങ്ങളായി ഇസ്രയേൽ നടത്തിയ രഹസ്യ നീക്കത്തിന്റെയും നിരീക്ഷണത്തിന്റെയും ഫലമായിരുന്നു ഖമേനിയുടെ കൊലപാതകം. ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിലേക്ക് രഹസ്യമായി കടന്നു ചെല്ലുകയും അവയെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്ത ഈ നീക്കം മറ്റു രാജ്യങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കും വെല്ലുവിളിയാണ്. ഇസ്രയേൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇറാന്റെ സുരക്ഷാ സംവിധാനം ഹാക്ക് ചെയ്തിരുന്നതായാണ് വിവരം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകളും മൊബൈൽ നെറ്റ്വർക്കുകളും ഇസ്രയേലിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു. ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇൻക്രിപ്റ്റ് ചെയ്ത് ടെല്ലവീവിലെ ഇസ്രയേലി സെർവറുകളിലേക്ക് അയച്ചിരുന്നതായാണ് റിപ്പോർട്ട്. ഇതിലൂടെ ഖമേനിയുടെയും അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിന്റെയും നീക്കങ്ങൾ ഇസ്രയേൽ മനസ്സിലാക്കിയിരുന്നു. ഖമേനിയുടെ വസതിക്ക് സമീപമുള്ള ഒരു ക്യാമറ ദൃശ്യമാണ് ആക്രമണത്തിൽ നിർണായകമായത് എന്നും റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം, അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഈ ദൃശ്യങ്ങളിലൂടെ ഖമേനിയുടെ എതിരാളികൾ മനസ്സിലാക്കിയിരുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചാരന്മാർ ഖമേനിയുടെ ദിനചര്യകൾ വളരെ അടുത്തുനിന്ന് മനസ്സിലാക്കിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്, ആരെയാണ് കാണുന്നത്, എങ്ങനെ ആശയവിനിമയം നടത്തുന്നു, ആക്രമണ ഭീഷണി ഉണ്ടാകുമ്പോൾ എവിടേക്ക് മാറിയാക്കാം തുടങ്ങിയ കാര്യങ്ങൾ അവർ വിശകലനം ചെയ്തിരുന്നു. അദ്ദേഹത്തിനൊപ്പം കൂടിച്ചേരലുകൾ നടത്തിയിരുന്ന മറ്റു പ്രധാന രാഷ്ട്രീയ സൈനിക നേതാക്കളെയും ചാരസംഘങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഖമേനിയുടെ ഉൾപ്പെടെ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ശനിയാഴ്ച രാവിലെ ടെഹ്റാനിലെ സമുച്ചയത്തിനുള്ളിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ യോഗം ചേരാനിരുന്നതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സമുച്ചയത്തിലാണ് ഖമേനിയുടെ ഓഫീസും ദേശീയ സുരക്ഷാ സംവിധാനത്തിന്റെ ഓഫീസുകളും സ്ഥിതി ചെയ്തിരുന്നത്. ആദ്യത്തെ രാത്രിയിൽ ആക്രമണം നടത്താനാണ് പദ്ധതിയിട്ടിരുന്നതെങ്കിലും പിന്നീട് അത് പകൽ സമയത്തേക്ക് മാറ്റിയതായാണ് വിവരം. ഇസ്രായേൽ സമയം രാവിലെ 6 മണിയോടെയാണ് ഇസ്രായേലിന്റെയും US-ന്റെയും യുദ്ധവിമാനങ്ങൾ സമുച്ചയത്തിലേക്ക് മിസൈലുകൾ പ്രയോഗിച്ചത്. 60 സെക്കൻഡിനുള്ളിൽ 3 ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമണങ്ങളിൽ തകർക്കാൻ കഴിഞ്ഞെന്നാണ് ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. ഖമേനി ഉൾപ്പെടെ 40 മുതിർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രയേലിന്റെ വാദം. പകൽ സമയത്ത് ആക്രമണം നടത്തിയത് അപ്രതീക്ഷിതത്വം സൃഷ്ടിക്കാനായിരുന്നുവെന്നും അവർ പറയുന്നു. രാജ്യത്ത് നുഴഞ്ഞുകയറിയ മൊസാദ് ഏജന്റുമാരെ കണ്ടുപിടിക്കാൻ ഇറാൻ ഒരു സീക്രട്ട് സർവീസ് ടീമിനെ നിയോഗിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ജൂണിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷമാണ് ഈ സീക്രട്ട് സർവീസ് ടീമിന്റെ തലവൻ തന്നെ മൊസാദ് ഏജന്റ് ആയിരുന്നുവെന്ന് ഇറാന് ബോധ്യമായത്. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ 1 ഡസനിലധികം ആണവശാസ്ത്രജ്ഞരെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ മിനിറ്റുകൾക്കുള്ളിൽ വധിച്ചതിലൂടെ മൊസാദും CIAയും ഇറാൻ ഭരണകൂടത്തിന്റെ ഓരോ ചലനവും നിരീക്ഷിച്ചിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കെ കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സും രംഗത്തെത്തി. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി വധിക്കപ്പെടാനുള്ള ലക്ഷ്യമായിരിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമമായ Xൽ പറഞ്ഞു. ഇസ്രയേലിനെ നശിപ്പിക്കാനും അമേരിക്കയുടെ സ്വതന്ത്ര ലോകത്തെയും ഭീഷണിപ്പെടുത്താനും ഇറാനിയൻ ജനതയെ അടിച്ചമർത്താനുമുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ ഇറാനിലെ ഭീകര ഭരണകൂടം നിയമിക്കുന്ന ഏതൊരു നേതാവും വധിക്കപ്പെടാനുള്ള ലക്ഷ്യമായിരിക്കുമെന്നും കാട്സ് കുറിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞു. പാതയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് മിസൈലുകളിൽ നിന്നോ ഡ്രോണുകളിൽ നിന്നോ ഭീഷണി നേരിടാൻ സാധ്യതയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ നാവികസേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. സേനാ വക്താവ് മുഹമ്മദ് അക്ബർ സാദെ പ്രസ്താവനയിൽ പറഞ്ഞു. ഫാസ് വാർത്താ ഏജൻസിയാണ് ഈ വിവരം പുറത്തുവിട്ടത്. എണ്ണ നീക്കത്തിനുള്ള സുപ്രധാന പാതയാണ് ഹോർമുസ്. സൗദിയുടെ കിഴക്കൻ മേഖലയിലെത്തിയ ഇറാൻ ഡ്രോണുകൾ തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. സൗദിയിലേക്ക് എത്തിയ 2 ബാലിസ്റ്റിക് മിസൈലുകൾ സേന തകർത്തിരുന്നു. ബാഗ്ദാദ് വിമാനത്താവളത്തിനടുത്തുള്ള US എംബസി കെട്ടിടത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലബനനിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി. ലബനന്റെ തെക്കൻ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.